എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ന്യൂ ഫോംസ്, അതായത് പുതിയ രൂപങ്ങൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഭിന്നസംഖ്യകൾ, അതായത് ഫ്രാക്ഷനുകളെ എങ്ങനെയാണ് ദശാംശ സംഖ്യയാക്കി മാറ്റാം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അവിടെയൊക്കെ നമ്മൾ ചെയ്തൊക്കെ എന്തായിരുന്നു, അതിന്റെ ഡിനോമിനേറ്റർ, അതായത് ഛേദം എന്തായിരുന്നു, 2 അല്ലെങ്കിൽ 5 അല്ലേ. അതേ രൂപത്തിലായിരുന്നു നമ്മുടെ ഛേദങ്ങൾ ഇടുന്നിരുന്നത്. അപ്പൊ നാം അവിടെ എന്ത് ചെയ്തു, അതിനൊക്കെ 10ന്റെ പവറാക്കി മാറ്റാൻ വേണ്ടി അല്ലെ, 10ന്റെ പവറാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എത്ര 2 ഉണ്ടോ അത്ര 5 കൊണ്ട് ഗുണിച്ചു അല്ലെ, അല്ലെങ്കിൽ എത്ര 5 ഉണ്ടോ അത്രയും 2 കൊണ്ട് നമുക്ക് ഗുണിച്ചു അല്ലെ. ഓർമ്മയുണ്ടല്ലോ. ഉദാഹരണത്തിന് നോക്കിയപ്പോൾ 1/25 ഇതിനെ നാം എങ്ങനെയാണ് മാറ്റിയത്. ഇവിടെ നമുക്ക് 1/25 എന്ന് പറഞ്ഞാൽ 1/25 എന്ന് പറഞ്ഞാൽ 5 × 5 അല്ലെ, 5 × 5 5 സ്ക്വയർ. അപ്പൊ ഇവിടെ നമുക്ക് 2 5 ഉണ്ട്, അതുകൊണ്ട് നാം എന്ത് ചെയ്തു, 2 2 കൊണ്ട് ഗുണിച്ചു അല്ലെ. 2 സ്ക്വയർ ഉണ്ട്, നമ്മൾ ഇവിടെയും ഗുണിച്ചു അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 2ന്റെ സ്ക്വയർ 4/5 സ്ക്വയർ × 2 സ്ക്വയർ അല്ലേ, അതായത് 5 × 2 10, വീണ്ടും 5 × 2 10 അല്ലേ, 10 × 10 100 അല്ലേ. അതിനുശേഷം എന്ത് ചെയ്തു, നമുക്ക് 4/100 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 പൂജ്യമാണ്, അതുകൊണ്ട് 2 സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് ഇട്ടു. അപ്പൊ നമുക്ക് 0.04 എന്ന് കിട്ടി അല്ലേ. ഇത് നമുക്ക് ഉത്തരം കിട്ടി. എന്നാൽ ഇതേ രൂപത്തിൽ നമുക്ക് 1/3 ഇതിനെ നമുക്ക് ഇതേ രൂപത്തിൽ മാറ്റാൻ പറ്റുമോ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത എന്താണ്, ആദ്യം നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഇതിനെ 10ന്റെ പവറുകളാക്കി മാറ്റി അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ 3നെ നമുക്ക് എന്ത് ചെയ്യണം, 10ന്റെ പവറുകളാക്കി മാറ്റണം അല്ലേ. ഒന്നുകിൽ 10, അതല്ലെങ്കിൽ 100, അതല്ലെങ്കിൽ 1000. പക്ഷെ നമുക്ക് 3നെ അതേ രൂപത്തിൽ മാറ്റാൻ പറ്റുമോ, പറ്റില്ല. എന്താണ് കാരണം, ഈ 10 അല്ലെങ്കിൽ 100 1000 എന്ന് പറയുന്നതൊക്കെ എന്തല്ല, ഈ 3ന്റെ ഗുണിതമല്ല അല്ലെ. അതായത് 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ, 3 കൊണ്ട് ഇവയെ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അവിടെ റിമൈൻഡർ വരുന്നുണ്ട് അല്ലെ, 1 റിമൈൻഡർ നമുക്ക് കിട്ടും. ഇപ്പൊ നോക്കിയാൽ 10ന് ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, എത്ര പ്രാവശ്യം പോകും, 3 പ്രാവശ്യം അല്ലെ. 3 × 3 9. ഇപ്പൊ ഇവിടെ നമുക്ക് റിമൈൻഡർ കിട്ടി, 1 കിട്ടി. ഇനി 100 ആണെങ്കിലോ, 100ന് ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 10ൽ 3 പ്രാവശ്യം, 3 × 3 9 അല്ലെ. ഇനി 1 0 ഇറക്കിട്ടു. അപ്പോൾ 10ൽ 3 എത്ര പ്രാവശ്യം പോകും, 3 പ്രാവശ്യം, 3 × 3 9. അപ്പോൾ വീണ്ടും നമുക്ക് നോക്കിയാൽ റിമൈൻഡർ 1 വരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 3നെ ഒരിക്കലും എന്താക്കി മാറ്റാൻ പറ്റില്ല, 10ന്റെ പവറിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത ഇതേ രീതി നമുക്ക് ഈ കാര്യത്തിൽ നടക്കില്ല. അപ്പൊ ഇതേപോലെ തന്നെ ഇപ്പൊ 3ന് പകരം 3ന്റെ ഗുണിതങ്ങൾ വന്നെന്ന് വിചാരിക്കുക. ഇപ്പൊ 6 വന്നു, 9 വന്നു അല്ലെ, ഇപ്പൊ 1/6 വന്നു അല്ലെ, അത് 3ന്റെ ഗുണിതാണ്. ഇനി 1/9 വന്നു അല്ലെ, അല്ലെങ്കിൽ 1/12 വന്നു. ഇതിനെയൊന്നും നമുക്ക് എന്ത് പറ്റില്ല, ഇതേ രൂപത്തിൽ 10ന്റെ പവർ ആക്കി മാറ്റാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, ഇതിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഭിന്നസംഖ്യകൾ, അതായത് 1/3ക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ഭിന്നസംഖ്യകളെ എന്താക്കാൻ പറ്റും, ഡെസിമൽ രൂപത്തിലേക്ക് നമുക്ക് മാറ്റാം. മനസ്സിലായില്ല. അപ്പൊ അതേ രൂപത്തിൽ ചെയ്യാനേ നമുക്ക് നിവൃത്തിയുള്ളൂ, ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ഉദാഹരണം നോക്കിയാൽ 1/3 തന്നെ നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് 1/3നെ എങ്ങനെയാണ് ഡെസിമൽ രൂപത്തിലേക്ക് മാറ്റുക എന്ന് നമുക്ക് ആദ്യം നോക്കാം. 1/3 ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം ഞാൻ ഇതിനെ 10 കൊണ്ട് ഗുണിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് 10 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ എനിക്ക് എത്ര കിട്ടി, 1 × 10 10/3 എന്ന് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് അറിയാൻ നോക്കിയാൽ 10/3 അല്ലെ, 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം പോകും, 3 × 3 9 അല്ലെ. റിമൈൻഡർ നമുക്ക് 1 വന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതിനെന്ത് എഴുതാം, നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എങ്ങനെ എഴുതാം, നമുക്ക് 3 ആണ് ഉത്തരം കിട്ടിയത് അല്ലെ. 3 റിമൈൻഡർ എത്ര കിട്ടി, 1. അത് നമ്മൾ മുകളിൽ എഴുതും, ബൈ ഏതുകൊണ്ടാണ് നമ്മൾ ഹരിച്ചത്, 3 അല്ലെ. അപ്പൊ 3 1/3 എന്ന് എഴുതും. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, 3 + 1/3 എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഞാൻ ഇതിനെ 3 + 1/3 എന്ന് എഴുതി. അപ്പൊ നാം ഇവിടെ എന്താണ് ചെയ്യുന്നത്, 1/3ന്റെ തൊട്ടടുത്ത ഭിന്നസംഖ്യ കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ 1/3 ഞാൻ ആദ്യം 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പൊ ഇങ്ങനെ കിട്ടി. അപ്പൊ അതിന് നമ്മൾ 3 + 1/3 എന്ന് എഴുതി. ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു, 10ന് പകരം ഞാൻ 100 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ 1/3നെ 10ന് പകരം 100 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എന്ത് വരും, 1/3നെ 10 കൊണ്ട് ഗുണിച്ചപ്പോൾ എനിക്ക് ഈ ഉത്തരം കിട്ടി. അങ്ങനെയാണെങ്കിൽ 100 കൊണ്ട് ഗുണിക്കാന്ന് പറഞ്ഞാല് ഇത് കിട്ടിയ ഉത്തരത്തെ ഒരു 10 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 3 + 1/3 × 10. അപ്പൊ എന്ത് വരും, നമുക്കറിയാം ഓരോന്നിനെയും നമ്മൾ 10 കൊണ്ട് ഗുണിക്കണം അല്ലെ. അപ്പൊ 30 പ്ലസ് ഇതിനെ ഗുണിച്ചാൽ എന്ത് വരും, 10 × 1 10 അല്ലെ, 10/3 ഇങ്ങനെ കിട്ടി നമുക്ക്. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതി നോക്കിയാൽ 30 അല്ലെ, 30 എഴുതി പ്ലസ് 10/3 നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 3 + 1/3 എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ. 3 + 1/3 അല്ലെ. അപ്പൊ മൊത്തം നോക്കിയാൽ 30 + 3 എത്രയാണ്, 33 = ഇവിടെ ഞാൻ ഇവിടെ ഇറക്കി എഴുതുന്നത് 33 + 1/3 എന്ന് കിട്ടി അല്ലെ. 100 കൊണ്ട് ഗുണിച്ചപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, 1/3 1000 കൊണ്ട് ഗുണിച്ചു നോക്കാം.
1000 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് എത്ര വരും? എന്ത് കിട്ടും? 100 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് ഏത് ഉത്തരം കിട്ടി? ഈ ഉത്തരം കിട്ടി അല്ലേ? അപ്പോൾ 1000 കൊണ്ട് ഗുണിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ 10 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? 100 കൊണ്ട് കിട്ടിയ ഉത്തരത്തിന് 10 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 33 + 1/3 ഇൻറ്റു 10 അല്ലേ? അപ്പോൾ 1000 കൊണ്ട് ഗുണിച്ചതിന് തുല്യമായി. സീക്വൽ എന്ത് വരും? 10 കൊണ്ട് 33 ഗുണിച്ചാൽ 330 പ്ലസ് ഇത് 10 കൊണ്ട് 1/3 ഗുണിച്ചാൽ 10/3. അപ്പോൾ നോക്കിയേ, ഇവിടെ 330 അല്ലേ? 330 പ്ലസ് 10/3 അല്ലേ? 10/3ന്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 3 + 1/3 അല്ലേ? 3 + 1/3 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടിയെന്ന് നോക്കിയേ, 330 + 3 333 + 1/3. ഇനി നമുക്ക് ഓരോന്ന് നോക്കിയേ. അതായത് 1/3നെ 10 കൊണ്ട് ഗുണിച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 3 + 1/3 എന്ന് കിട്ടി അല്ലേ? അതിൽ നിന്ന് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം 1/3യുടെ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കാം അല്ലേ? 1/3നെ 10 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് ഇത് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 1/3യുടെ വാല്യൂ എത്രയായിരിക്കും? 1/3 എന്ത് വരും? ഇവിടെയുള്ളതിനെ ഇവിടെ ഇൻറ്റു 10 എന്നുള്ള എന്തായി മാറും? ഇപ്പുറത്തേക്ക് വരുമ്പോൾ സമചിഹ്നത്തിന് ഇപ്പുറത്ത് /10 മാറും അല്ലേ? /10 മാറും. അതായത് ഇവിടെ /10 അല്ലേ? അതായത് രണ്ടിനും അല്ലെ, ഇതിന്റെ രണ്ടിന്റെ ഡിനോമിനേറ്റർ 10 വരും. അപ്പൊ ഇവിടെ എന്ത് വരും? നമുക്ക് 3/10 വരും അല്ലെ? ഈ 10 ഇങ്ങനെ വിളിക്ക് വരും. അതുപോലെ ഇവിടെയും വരും അല്ലെ? പ്ലസ് 1/30 എന്നുള്ളത് 3 × 10 ഇങ്ങോട്ട് വരും അല്ലെ? അപ്പൊ 3 × 10 30. അപ്പൊ നമുക്ക് ഇവിടെ 1/3യുടെ വാല്യൂ ആണ് ഇതിൽ കിട്ടിയത് അല്ലെ? ഇനി നമുക്ക് ഇതിൽ നിന്ന് നോക്കാം. രണ്ടാമത്തെ കേസ് നോക്കിയാൽ 1/3 × 100 അല്ലെ? നമുക്ക് എത്രയാണ് കിട്ടിയത്? 33 പ്ലസ് 1/3 എന്ന് കിട്ടി. ഓക്കെ, അതിൽ നിന്ന് ഇതേപോലെ നമുക്ക് 1/3യുടെ വാല്യൂ നോക്കി എത്ര കിട്ടണമെന്ന്. 1/3 = എന്ത് ചെയ്യാം? ഇതിനെ അല്ലെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 100 കൊണ്ട് ആയി മാറും അല്ലെ? അപ്പൊ ഇവിടെ ചെയ്ത അതേപോലെ തന്നെ എന്ത് വരും? 33/100 വരും. 33/100 വരും പ്ലസ് 1/3നെ 100 കൊണ്ട് ഗുണിച്ചാൽ 300 ഇങ്ങനെ കിട്ടി അല്ലെ? ഇനി നമുക്ക് ഇവിടെ നോക്കി 1000 കൊണ്ട് ഗുണിച്ചു നോക്കിയാൽ 1/3നെ 1000 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടിയത്? 333 പ്ലസ് 1/3 എന്ന് കിട്ടി അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 1/3യുടെ വാല്യൂ നമുക്ക് അതിൽ നിന്ന് എത്ര കിട്ടണം നോക്കിയാൽ, ഈ ഇവിടെ 1000 അല്ലേ? നേരത്തെ അതേപോലെ തന്നെ ഈ 1000 ഇങ്ങനെ അടിയിലേക്ക് വരും അല്ലെ? ഡിനോമിനേറ്റർ ആയിട്ട് വരും. അതായത് 333/1000 പ്ലസ് 1 എത്ര വരും? 3 × 1000 3000. ഇനി നമുക്ക് ഈ 1/3ക്ക് കിട്ടിയ വാല്യൂകളൊക്കെ ഒന്ന് നോക്കിയേ. എന്തൊക്കെയാണ് കിട്ടിയത്? ആദ്യം കിട്ടി 3/10 പ്ലസ് 1/30 കിട്ടി. പിന്നെ നമുക്ക് കിട്ടിയത് 33/100 പ്ലസ് 1/300 കിട്ടി. 1/3 = 333/1000 പ്ലസ് 1/3000 എന്ന് കിട്ടി അല്ലെ? പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം നോക്കിയാൽ ഇവിടെ നമുക്ക് ആഡ് ചെയ്യുന്ന സാധനം, ആഡ് ചെയ്യുന്ന സംഖ്യ നോക്കിയാൽ 1/30 1/300 1/3000 അല്ലെ? അത് നമുക്കറിയാം 30ൽ ഒരു ഭാഗം അല്ലെ? ഇതെന്ന് വെച്ചാൽ 30ൽ ഒരു ഭാഗം, ഇവിടെ 300ൽ ഒരു ഭാഗം. അപ്പൊ ഇതിനേക്കാളും ചെറുതാണിത് അല്ലെ? 300ൽ ഒരു ഭാഗം. ഇത് നോക്കിയേ 3000ൽ 1, അതായത് ഇതിനേക്കാൾ വളരെ വളരെ ചെറുതാണ് അല്ലെ? ഇത് ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇപ്പൊ 100 അല്ലെ? 100ന് ഞാനിപ്പോ 90 + 10 എന്ന് എഴുതി. ഓക്കെ, ഇനി ഞാൻ 100നെ 92 + 8 അല്ലെ? ഇത് 100 തന്നെയാണ്. ഇനി അതല്ലെങ്കിൽ 100നെ 95 + 5 എന്ന് ഞാൻ എഴുതി. ഇനി ഞാൻ 100നെ 98 + 2 എന്ന് എഴുതി. ഇനി ഞാൻ 100നെ പ്ലസ് അല്ലെ = ഒരു 99 + 1 എന്ന് എഴുതി. ഇതൊക്കെ 100 തന്നെയാണ് അല്ലെ? ഇനി ഇവിടെ നോക്കിയാൽ ഞാനിവിടെ ആദ്യം 10 കൂട്ടി അല്ലെ? 90ന്റെ കൂടെ 10 കൂട്ടുന്നു, 92ന്റെ കൂടെ 8 കൂട്ടുന്നു, 95ന്റെ കൂടെ 5 കൂട്ടുന്നു. അതായത് അപ്പൊ ഈ സംഖ്യ ചെറുതാകും തോറും എന്താകുന്നു? ഈ സംഖ്യ എന്താകുന്നു? 100നോട് അടുത്തടുത്ത് വരുന്നു. പോയിന്റ് മനസ്സിലായല്ലോ? ഈ സംഖ്യ അല്ലെ നമ്മൾ കൂട്ടുന്ന 10 8 5 2 1. അപ്പൊ ഇത് ചെറിയ സംഖ്യ ആകും തോറും ഈ മറ്റേ സംഖ്യ എന്താവുന്നു? 100നോട് അടുത്തടുത്ത് വരുന്നു അല്ലെ? അപ്പൊ 90-നായാലും അടുപ്പായി, 92 100 അല്ലെ? 95-ന് അതിനേലും കൂടുതൽ അടുപ്പായി, 98-ന് അതിനേലും കൂടുതൽ അടുപ്പായി, 99 അതിനേലും കൂടുതൽ അടുപ്പായി അല്ലെ? അതായത് ഇത് കുറയുമ്പോൾ അല്ലെങ്കിൽ ഇത് ചെറുതാകുമ്പോൾ ഈ സംഖ്യ എന്താകുന്നു? ഈ സംഖ്യ 100നോട് അടുത്തു വരുന്നു അല്ലെ? അതേപോലെ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ സംഖ്യ കുറഞ്ഞു വരാണ് അല്ലെ? 1/30 വളരെ ചെറിയ സംഖ്യയാണ് 1/300, അതിനേക്കാൾ ചെറിയ സംഖ്യയാണ് 1/3000. അതിന്റെ അർത്ഥം എന്താണ്?
ഈ സംഖ്യകൾ 1/3 അടുത്തടുത്ത് വരുന്നു അല്ലെ. ഇവിടെ 99 കണ്ട അടുത്തടുത്ത് ഇങ്ങനെ വരുന്നോണ്ടിരിക്കുന്നു അല്ലെ. അപ്പൊ അതുപോലെ 1/3 ഏറ്റവും കൂടുതൽ അടുത്ത സംഖ്യ ഇതിൽ ഏതായിരിക്കും? 333/1000 ആയിരിക്കും ഇതിലെ ഏറ്റവും അടുത്ത സംഖ്യ അല്ലെ. അതിലേലും കുറച്ചടുപ്പായിരിക്കും ഇവന്, അതിനേലും കുറച്ചും കൂടി അടുപ്പം കുറവായിരിക്കും ഇവന്. മനസ്സിലായല്ലോ? അതായത് താഴോട്ട് പോകുന്തോറും ഇവർ തമ്മിലുള്ള അടുപ്പം അതായത് വളരെ അടുത്ത സംഖ്യയായിട്ട് മാറുന്നു. അപ്പൊ അത് മനസ്സിലായില്ലേ? അതായത് ഈ ഫ്രാക്ഷൻ ഇപ്പൊ നോക്കിയാൽ 3/10 അല്ലെ. 3/10 അടുത്തത് 33/100 അടുത്തതോ 333/1000 അല്ലെ. ഇങ്ങനെ പോകും തോറും എന്താണ് ഈ സംഖ്യകള് 1/3 അടുത്തടുത്ത് ഇങ്ങനെ വരുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ പോകും തോറും എന്താണ് ഇനി അടുത്ത് നമുക്ക് 3333/10,000 അല്ലെ. അപ്പൊ ഇങ്ങനെ പോകും തോറും എന്താണ് അത് 1/3 അടുത്തടുത്ത് വരുന്ന സംഖ്യകളാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദീസ് നമ്പേഴ്സ് അല്ലെ, ഈ നമ്പറുകൾ ഗെറ്റ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/3 അല്ലെ. ഇത് അതായത് ഈ സംഖ്യകൾ 1/3 അടുത്തടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കിയേ 3/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 0.3 അല്ലെ. 0.3 ഇത് 33/100 എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം നീക്കി പോയിന്റ് കൂടാ അല്ലെ. ആ 0.3 വന്നു. ഇനി 1000 എന്ന് പറഞ്ഞാലോ 3 സ്ഥാനം നീക്കിട്ട് അല്ലെ. 0.333 അല്ലെ. അപ്പൊ ഇതേ രൂപത്തിൽ ഇത് ഈ ദശാംശ രൂപങ്ങളും ഈ ദശാംശ സംഖ്യകളും ഏതിനോട് അടുത്തടുത്ത് വരികയാണ്? ഈ 1/3 അടുത്തടുത്ത് വരുന്നു അല്ലെ. അതായത് നമുക്ക് 1/3 എങ്ങനെ എഴുതാൻ പറ്റും? 0.333 അല്ലെ. ഇങ്ങനെ പോകുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ നമുക്ക് വളരെ അടുത്ത രൂപത്തിൽ ആരെ എഴുതാൻ പറ്റും? 1/3 നമുക്ക് എഴുതാൻ പറ്റും. ഇത് മനസ്സിലായില്ല? എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ? ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 1/6 എങ്ങനെ ഇതേപോലെ ചെയ്തെന്നുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 172 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. Find the fractions with the powers of 10 as denominator which get closer and closer to each of the fractions below and write the decimal form of each. അല്ലെ, അതായത് നമുക്ക് തന്നിട്ടുള്ള ഈ ഭിന്നസംഖ്യകൾ അവ എന്ത് ചെയ്യണം? 10ന്റെ പവറുകള് ഛേദമായിട്ട് വരുന്ന എന്താക്കണം? അതിന്റെ ഭിന്നസംഖ്യകൾ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. നമ്മളിപ്പോ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റി എഴുതാം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തല്ലോ അതേ രൂപത്തിൽ തന്നെ അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? 5/6. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, വിശദമായി പറഞ്ഞു. ഇനി നമുക്ക് നോക്കിയാൽ എങ്ങനെയാണ് ഇതിന്റെ സ്റ്റെപ്പുകൾ നോക്കാം. 5/6 അല്ലെ. അപ്പൊ 5/6 എഴുതി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇതിന് നമ്മൾ 10 കൊണ്ട് ഗുണിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ, 10 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 50/6 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് 50/6 അല്ലെ. 50/6 നമുക്കൊന്ന് കണ്ടു നോക്കാം. 50 ഹരിക്കണം 6 എത്ര കിട്ടും നമുക്ക്? 50നെ 6 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 6 × 8 48 അല്ലെ. അപ്പൊ 8 പ്രാവശ്യം. അപ്പൊ 8 × 6 48. അപ്പൊ നമുക്ക് ഇതിന് അല്ലെ മൈനസ് ചെയ്യുമ്പോൾ 2 കിട്ടി. അപ്പൊ നമ്മൾ റിമൈൻഡർ 2 കിട്ടി. ഇനി ഇതിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ എന്ത് കിട്ടും അല്ലെ? ഇവിടെ 8 പ്രാവശ്യം അല്ലെ. 8 പ്രാവശ്യം ഡിവൈഡ് ചെയ്യുക 8 കിട്ടി. 2 നമ്മൾ റിമൈൻഡർ. അപ്പൊ 2 എഴുതി അല്ലെ. /6 6 കൊണ്ടാണ് ഹരിച്ചത് അല്ലെ. അപ്പൊ 8 2/6 അതായത് നമുക്ക് 8 + 2/6 എന്ന് എഴുതാം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്തെന്ന് എഴുതി? 8 + 2/6. മനസ്സിലായല്ലോ? അപ്പൊ 50/6നെ നമ്മൾ 8 + 2/6 എഴുതി. അപ്പൊ ഇതിന് പേര് നമുക്കൊന്ന് മാറ്റിയത് അല്ലെ. 2/6 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ 2/6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/3 അല്ലെ. 1/3 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് 8 + 1/3 എന്ന് എഴുതാം അല്ലെ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/3 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് 8 + 1/3 എന്ന് എഴുതി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? 10ന് പകരം 100 കൊണ്ട് ഗുണിക്കുന്നു അല്ലെ. അപ്പൊ 5/6 × 100. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാൻ നോക്കിയ 5/6നെ 10 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരം നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. അപ്പൊ 100 കൊണ്ട് ഗുണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ കിട്ടിയ ഉത്തരത്തെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് 8 + 1/3 ഇതാണ് 10 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരം. അപ്പൊ ഇതിനെ 100 കൊണ്ട് ഗുണിക്കാൻ ഒരു 10 കൊണ്ട് ഗുണിച്ചാൽ മതി. ശരിയല്ലേ? ഓക്കെ, ഇനി 10 കൊണ്ട് ഓരോന്നിനെയും ഗുണിക്കണ്ടേ? 8 × 10 80 പ്ലസ് 1/3 × 10 അല്ലെ. 10 × 1 10/3. ഓക്കെ, ഇപ്പൊ നമുക്ക് 50 + 10/3 കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ 80 + 10/3 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് നോക്കാം. 10 ഹരിക്കണം 3. 10ൽ എത്ര 3 ഉണ്ട്? 3 പ്രാവശ്യം. 3 × 3 9 അല്ലെ. 1 റിമൈൻഡർ. അതായത് നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 3 അല്ലെ. ഉത്തരം നമുക്ക് 3 ആണ് കിട്ടിയത്. 3 പ്രാവശ്യം പോകും. 3 റിമൈൻഡർ 1 1/3 അല്ലെ.
അപ്പോൾ നമുക്ക് 10/3 എന്ത് എഴുതാം? 3 1/3 എഴുതി അല്ലേ? അപ്പോൾ നോക്കിയേ 80 + 3 1/3 80 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 83 83 + 1/3 അല്ലേ? 83 പ്ലസ് ഒരു 1/3 ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 5/6 ഇപ്പോൾ 10 കൊണ്ട് ഗുണിച്ചു, 100 കൊണ്ട് ഗുണിച്ചു, നമ്മൾ 1000 കൊണ്ട് ഗുണിക്കാൻ പോകുന്നു. എന്ത് കിട്ടും? ഇവിടെ 5/6 100 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? 100 കൊണ്ട് ഗുണിച്ചപ്പോൾ. അപ്പോൾ ഇനി 1000 കൊണ്ട് ഗുണിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനൊരു 10 കൊണ്ട് ഗുണിച്ചാൽ പോരെ? ഓക്കെ, അപ്പോൾ നമുക്ക് 83 + 1/3 എന്ത് ചെയ്താൽ മതി? ഒരു 10 കൊണ്ട് അങ്ങോട്ട് ഗുണിച്ചാൽ മതി. സീക്രട്ട് എന്ത് വരും? 10 × 83 830 പ്ലസ് ഇനി 10 കൊണ്ട് 1 ഗുണിച്ചാൽ 10/3. ഓക്കെ, ഇനി നോക്കിയാൽ 830 പ്ലസ് 10/3 അല്ലേ? 10/3 വാല്യൂ നമുക്കറിയാം എത്രയാണ്? 3 1/3 അല്ലേ? അത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ നമുക്കവിടെ 3 1/3 എത്ര കിട്ടി? 830 3 833 പ്ലസ് 1/3 1/3. ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ 5/6 10 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8 + 1/3 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ 5/6 തൊട്ടടുത്ത് വരുന്ന ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ പണിയൊക്കെ എടുക്കുന്നത് അല്ലേ? അപ്പോൾ 5/6 10 കൊണ്ട് ഗുണിച്ചപ്പോൾ 8 + 1/3 കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് 5/6 വാല്യൂ നമുക്ക് എങ്ങനെ കാണാം? 5/6 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? ഇവിടെ ഇൻറ്റു 10 ഇങ്ങോട്ട് പോകുമ്പോൾ /10 ആവും അല്ല? അത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഉള്ളത് എന്താണ്? 8 + 1/3 ഇവിടെ ഉണ്ട്, ഇപ്പുറത്തുണ്ട്. ഇനി 10 ഇവിടെ അടിയിലേക്ക് പോകും, ഹരിക്കലാവും അല്ലേ? അതായത് 10 ഹരിക്കലായി വന്നു. അപ്പോൾ എന്ത് വരും? 10 എന്നുള്ളത് എവിടേക്ക് വരും? ഇതിന്റെ ഡിനോമിനേറ്റർ ആവും, ഇതിന്റെ ഡിനോമിനേറ്റർ ആവും അല്ലേ? രണ്ടിന്റെ ഛേദാവും. ഈ 8/10 ഇങ്ങോട്ട് വന്നല്ലേ? അപ്പോൾ 8/10 എന്ന് എഴുതാം, പ്ലസ് 1/3 ഇൻറ്റു 10 വരും അല്ലേ? അപ്പോൾ ഇവിടെ 10 വരും. അപ്പം എന്ത് വരും? 30 വരും അല്ലേ? അപ്പോൾ 8/10 + 1/30 എന്ന് വരും. അപ്പോൾ ഇതാണ് 5/6 വാല്യൂ നമുക്ക് കിട്ടിയത് അല്ലേ? അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അടുത്ത് നോക്കിയേ 5/6 ഇൻറ്റു 100. അത് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? അവസാനം 83 പ്ലസ് 1/3 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ അതിൽ നിന്ന് 5/6 എത്രയായിരിക്കും? 5/6 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള 83 പ്ലസ് 1/3 അല്ലേ? അപ്പോൾ 83 പ്ലസ് 1/3 അല്ലേ? ഇനി നോക്കിയാൽ ഈ 100 എന്ത് വരും? ഇവിടെ ഡിനോമിനേറ്റർ ആയിട്ട് വരുമല്ലോ, ആയി വരും അല്ലേ? അതായത് 83/100 ആവും. ഇവിടെ 1/3 ഇവിടെ 100 കൂടി വന്നു കഴിഞ്ഞാൽ 300 അല്ലേ? 1/300 ആയി. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ 5/6 1000 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? 833 പ്ലസ് 1/3 എന്ന് കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൽ 5/6 വാല്യൂ എത്ര കിട്ടും നമുക്ക്? 5/6 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? ഇവിടെ 833 അല്ലേ? ഈ 1000 അടിയിലേക്ക് വരും, നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ 1000 അടിയിലേക്ക് വന്നു, പ്ലസ് 1/3 കൂടെ 1000 വരും അല്ലേ? അതായത് 3000 ആയി പോരാ, 3000. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതേപോലെ നോക്കിയേ 5/6 കിട്ടുന്ന വാല്യൂകൾ നോക്കിയാൽ എന്തൊക്കെയാണ്? 8/10 കൂടെ 1/30 കൂട്ടുന്നു അല്ലെ? 1/300 കൂട്ടുന്നു, 1/3000. അപ്പൊ നമ്മൾ നേരത്തെ അതൊക്കെ വിശദമായി പറഞ്ഞാണ് അല്ലെ? നേരത്തെ അത് കാണാത്തൊരു ആദ്യം അത് കണ്ടിട്ട് ഇത് കാണാം കേട്ടോ. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ മാത്രം നോക്കുന്നവരും ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ 1/30 എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയാണ് 1/300 അല്ലെ? അതായത് 30 ആക്കിയത് ഒരു ഭാഗം, ഇത് 300 ആക്കിയതിൽ 1, ഇതോ 3000 ആക്കിയതിൽ 1. അതെ, അപ്പൊ അതായത് ഇത് വളരെ ചെറിയ സംഖ്യയാണ് അല്ലെ? അതായത് അതിന്റെ അർത്ഥം എന്താണ്? ഈ 5/6 ഏറ്റവും അടുത്ത് കിടക്കുന്ന സംഖ്യ ഏതാണ്? 833/1000 അല്ലെ? അതായത് ഇങ്ങോട്ട് പോരും തോറും 8/10 83/100 5/6 അടുത്ത് കിടക്കുന്നത് ഏതാണ്? 830/1000 അല്ലെ? അപ്പൊ ഇങ്ങനെ പോകും തോറും ഇതിനോട് അടുത്തടുത്ത് വരുന്നു അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? 8/10 അല്ലെ? 8/10, 83/100 83/100, പിന്നെ അതുപോലെ 833/1000 അല്ലെ? ഇനി നമ്മൾ അടുത്തെടുക്കുകയാണെങ്കിൽ എന്ത് വരും? 8000 കണ്ട 333 വരും. ഇവിടെ 1000 വരെ 10,000 വരും അല്ലെ? നമ്മൾ അടുത്തത് എടുക്കുകയാണെങ്കിൽ അപ്പൊ അതേപോലെ ഇങ്ങനെ പോകുന്നു. അത് എന്താണ്? ഗെറ്റ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു 5/6 അല്ലെ? അപ്പൊ ഈ സംഖ്യകൾ 5/6 അടുത്തടുത്ത് വരുന്നു അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്റെ ഡെസിമൽ ഫോം എങ്ങനെ എഴുതാം? 8/10 നമുക്കറിയാം എന്താണ്?
0.8 അല്ലേ. 83/100 എന്ന് പറഞ്ഞാൽ 0.2 സ്ഥാനം നീക്കി പോയിന്റ് ഇടാം, 83. ഇനി 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് വരും? 0.833 അല്ലേ. അപ്പം ഇങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അപ്പോൾ 5/6 അടുത്തടുത്ത് ഒരു സംഖ്യ ഏതാണ്? ഡെസിമൽ ഫോം ഏതാണ്? ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടുത്തടുത്ത രൂപം. അപ്പോൾ നമുക്ക് 5/6 എങ്ങനെ എഴുതാം? 5/6 = 0.8333 അങ്ങനെ പോകും. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് അടുത്തത് 1/9 അല്ലേ. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കി, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? 1/9 അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ആദ്യം 10 കൊണ്ട് ഗുണിക്കാം അല്ലേ. അപ്പോൾ എന്ത് വരും? 10/9. ഇനി ഇവിടെ നോക്കിയാൽ 10 കൊണ്ട് അല്ലേ, 10 കൊണ്ട് അല്ല 10നെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു പ്രാവശ്യം 1 × 9 9, റിമൈൻഡർ 1 അല്ലേ. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? 1/9 അല്ലേ. റിമൈൻഡർ 1 ആണ്, അതുകൊണ്ട് മുകളിൽ 1 എഴുതി /9. 9 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത് അല്ലേ. അപ്പോൾ 1/9 എന്ന് എഴുതി. അപ്പോൾ നമുക്കിവിടെ 10/9നെ 1 + 1/9 എഴുതി അല്ലേ. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ്, നമുക്ക് 1/9നെ 10ന് പകരം 100 കൊണ്ട് ഗുണിക്കുന്നു. = ഇവിടെ നോക്കിയാൽ 1/9ന് 100 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ 1/9നെ 10 കൊണ്ട് ഗുണിച്ചപ്പോൾ നമ്മൾ ഈ ഉത്തരം കിട്ടിയാലോ. അപ്പോൾ 100 കൊണ്ട് ഗുണിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഉത്തരത്തിൽ 10 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് 1 + 1/9നെ 10 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എന്ത് വരും? 1 × 10 10 + 10 × 1 10/9. അതായത് ഇവിടെ നോക്കിയേ 10 പ്ലസ് അല്ലേ. 10/9നെ നമുക്ക് എന്തെന്നറിയാം? 10/9 എന്ന് പറഞ്ഞാൽ 1/9 ആണ്, നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ 1/9 എന്ന് എഴുതി. ആരെ? 10/9നെ അല്ലേ. അപ്പോൾ എല്ലാം കൂടി നോക്കിയാൽ 10 + 1/9 എന്ന് പറഞ്ഞാൽ 10ഉം 1ഉം 11. അപ്പോൾ 11 + 1/9 എന്ന് എഴുതാം നമുക്ക് അല്ലേ. അപ്പോൾ 11 + 1/9. ഇനി നമുക്ക് നോക്കിയേ എന്ത് ചെയ്യണം? 1/9നെ 10 കഴിഞ്ഞ് 100 കഴിഞ്ഞ് 1000 കൊണ്ട് ഗുണിക്കാൻ പോകും. അപ്പോൾ നോക്കിയാൽ 100 കൊണ്ട് ഗുണിച്ചാൽ കിട്ടിയ ഉത്തരവ് ഇവിടെ ഉണ്ടല്ലോ, അതുണ്ട് അല്ലേ. അപ്പോൾ 11 + 1/9 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെന്ത് ചെയ്താൽ മതി? 10 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ 11 × 10 എത്രയാണ്? 110 അല്ലേ. 0 കൊണ്ട് ചേർത്ത് കൊടുത്താൽ മതി അല്ലേ. 110 പ്ലസ് ഇനി 1 × 10 10/9. അതായത് 110 പ്ലസ് 9ന്റെ വാല്യൂ നമുക്കറിയാം അല്ലേ. എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ വാല്യൂന് 1/9. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 111 + 1/9. ഇത്ര കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ ഓരോരുത്തർ എടുത്ത് നോക്കാം. 1/9 × 10 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? 1 + 1/9 എന്ന് കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ 1/9 എത്രയായിരിക്കും? 1/9 എന്ന് പറഞ്ഞാൽ എന്ത് വേണം? ഈ 10 അല്ലെ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 10 എന്താവും? ഇവിടെ ഇൻറ്റു എന്നുള്ള ഹരിക്കലായി മാറും അല്ലേ. അതായത് ഇവിടെ /10 വരും, ഇവിടെയും /10 വരും അല്ലേ. അതായത് 1/10 പ്ലസ് 1/9 9 × 10 വരുമ്പോൾ 90. ഇനി അടുത്ത് നോക്കിയാൽ 1/9 × 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 11 + 1/9 എന്ന് കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് 1/9 നമുക്ക് എത്ര കിട്ടും? ഇവിടെ ഈ 100 അടിൽക്കുക അല്ലെ. ഇവിടെ ചെയ്ത അതേപോലെ തന്നെ. അതായത് എന്ത് വരും? 11/100 പ്ലസ് 1/9 × 100 900. ഇനി അടുത്ത് നോക്കിയാൽ 1/9 അല്ലെ. 1/9 × 1000 നമുക്ക് എത്ര കിട്ടി? 111 പ്ലസ് 1/9 കിട്ടി അല്ലെ. അങ്ങനെയാണെങ്കിൽ 1/9 എത്ര വരും? ഈ 1000 ഇവിടെ ഡിനോമിനേറ്റർ ആയി പോകും അല്ലെ. അതായത് എന്ത് വരും? ഇപ്പം 111/1000 പ്ലസ് ഇവിടെ 1000 വരുമ്പോൾ 1/9000. ഇപ്പൊ നമുക്ക് നോക്കിയാൽ 1/9 കിട്ടിയ വാല്യൂകൾ നോക്കിയാൽ ഒന്ന് ഇതിന്റെ കൂടെ ഇത് കൂടി 1/90 കൂട്ടുന്നു, 1/900 കൂട്ടുന്നു, 1/9000 കൂട്ടുന്നു അല്ലേ. അപ്പൊ ഈ സംഖ്യ വളരെ ചെറുതായി വരികയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഈ സംഖ്യകൾ ഇതിനോട് അടുത്തടുത്ത് വരുന്നു അല്ലെ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇത് മാത്രം കേൾക്കുന്നവർ എന്ത് ചെയ്യണം? ഇതിന്റെ തൊട്ട് അല്ലെ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കേൾക്കുക, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതിനോട് അടുത്തടുത്ത് വരുന്നു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1/10, 11/100, 111/1000 ഗെറ്റ്
ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/9 അല്ലേ. അതായത് ഈ സംഖ്യകൾ 1/9 അടുത്തടുത്ത് വരുന്നു. മനസ്സിലായല്ലോ. ഇനി അടുത്തത് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? 1111/10,000 വരും. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് അതിന്റെ ഡെസിമൽ ഫോം എഴുതാലോ. 1/10 എന്ന് പറഞ്ഞാൽ 0.1 അല്ലേ. 11/100 എന്ന് പറഞ്ഞാൽ 0.11. ഇനി ഇവിടെ 3 സ്ഥാനം നീക്കി കൂട്ടി കഴിഞ്ഞാൽ 0.111. അപ്പോൾ 1/9 നമ്മൾ ഡെസിമൽ ഫോമിലാക്കുമ്പോൾ എന്ത് വരും? ഇങ്ങനെ പോകും അല്ലേ. അതായത് 1/9 നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 0.111 അല്ലേ. ഓക്കെ, ഇങ്ങനെ പോകും. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമുക്കതിൽ അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. 1/11 അല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് കിട്ടിയാലും ഞാൻ വേഗം ചെയ്യാം. 1/11 എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ 10 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ എന്താ കിട്ടി? 10/11 അല്ലെ. ഇതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടാണ്? ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററേക്കാൾ ചെറുതാണ് അല്ലേ. അപ്പൊ ഇവിടെ വലുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഇതേപോലെ തന്നെ അങ്ങോട്ട് കിടന്നോട്ടെ. ഇനി നമുക്ക് അടുത്ത് നോക്കിയാൽ 1/11 ഇൻറ്റു 10 കൊണ്ട് ഗുണിച്ചു. ഇനി നമ്മൾ 100 കൊണ്ട് ഗുണിക്കുന്നു. എന്ത് വരും? 100/11. ഇവിടെ നമുക്ക് 100നെ 11 കൊണ്ട് ഹരിക്കുന്നു. എത്ര വരും? 9 പ്രാവശ്യം അല്ലെ. 9 × 1 9 അല്ലെ. 99 കിട്ടി. ബാക്കി 1. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 9 റിമൈൻഡർ 1/11. അപ്പൊ നമുക്ക് ഇതിനെ എഴുതാം 9 + 1/11. ഇനി നമുക്ക് അടുത്ത് നോക്കിയാൽ 1/11 എന്ത് ചെയ്യുന്നു? 1000 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് വരും? ഇവിടെ നോക്കിയേ 1/11 100 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരവ് ഉണ്ട് അല്ലേ. അപ്പൊ അതിനെ ഒരു 10 കൊണ്ട് ഗുണിച്ചാൽ പോരെ? മതി അല്ലെ. അപ്പൊ 9 + 1/11 എന്ത് ചെയ്യുന്നു? 10 കൊണ്ട് ഗുണിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 10 × 9 90 + 10 × 1 10/11. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ ഫസ്റ്റ് ചെയ്ത ചോദ്യത്തിൽ എന്തായിരുന്നു? അവിടെ നമുക്ക് കിട്ടിയത് +1/3 + 1/3 അങ്ങനെയായിരുന്നു അവസാനം വന്നത് അല്ലേ. അതുപോലെ നമ്മൾ രണ്ടാമത്തെ ചെയ്തതിലോ +1/9 +1/9 അങ്ങനെയായിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടില്ല അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. 1/11 ഇൻറ്റു 1000 പകരം 10,000. അപ്പൊ എന്ത് വരും? അപ്പൊ നമുക്ക് 1/11 1000 കൊണ്ട് ഗുണിച്ചപ്പോൾ ഇത്ര കിട്ടി അല്ലേ. അപ്പൊ 10,000 ഗുണിക്കാൻ എന്ത് ചെയ്യണം? ഒരു 10 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 90 + 10/11 അതിനെന്ത് ചെയ്താൽ മതി? 10 കൊണ്ട് ഗുണിക്കുന്നു. എന്ത് വരും? 90 × 10 900 + 100 അല്ലെ. 10 × 10 100/11. അപ്പൊ ഇവിടെ നോക്കിയേ 100/11 അല്ലെ. 100/11 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 9 1/11 കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്കിവിടെ 900 പ്ലസ് എന്ത് എഴുതാം? 9 1/11 അല്ലെ. അല്ലെങ്കിൽ 9 + 1/11 എഴുതാം. അതായത് 909 + 1/11. ഇനി നമുക്ക് നേരെ ചെയ്ത പഠിച്ച് നോക്കിയാൽ 1/11 അല്ലെ. 1/11 ഇൻറ്റു 10 നമുക്ക് എന്താ കിട്ടിയത്? 10/11 കിട്ടി. അപ്പൊ അതിൽ നിന്ന് നോക്കിയാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ 1/11 വാല്യൂ അല്ലെ. 1/11 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ഈ 10 ഇവിടെ ഡിനോമിനേറ്റർ ആയിട്ട് വരും അല്ലെ. അതായത് 10 × 11 110. ഇനി അടുത്ത് നോക്കിയാൽ 1/11 ഇൻറ്റു 100 എന്താ നമുക്ക് കിട്ടിയത്? 9 + 1/11 കിട്ടി അല്ലെ. അങ്ങനെയാണെങ്കിൽ 1/11 നമുക്ക് എത്ര കിട്ടും? ഇവിടെ ഏതാ ഉള്ളത്? 9 + 1/11 അല്ലെ. അപ്പൊ ഈ 100 എന്താവും? ഇത് ഡിനോമിനേറ്റർ ആയി പോകും അല്ലെ. അതായത് 9/100 + 1/100 × 11 അല്ലെ. എത്ര വരും? 1100. ഇനി നമ്മൾ നോക്കിയേ 1000 കൊണ്ട് ഗുണിച്ചപ്പോൾ അല്ലെ. അതായത് 1/11 × 1000 നമുക്ക് എന്താ കിട്ടിയത്? 90 + 10/11 കിട്ടി അല്ലെ. അപ്പൊ അതിൽ നിന്ന് 1/11 എന്ത് വരും? ഈക്വൽ ടു എന്തായിരിക്കും? ഈ 1000 അടിയിൽ പോകും അല്ലെ. അതായത് 90/1000 + 10/11,000 അല്ലെ. 1000 കൊണ്ട് വരുമ്പോൾ 11,000. ഇനി നമുക്ക് നോക്കിയാൽ 1/11 ഇൻറ്റു 10,000 ഗുണിച്ചപ്പോൾ എത്ര കിട്ടിയത്? ഈക്വൽ ടു എന്ത് കിട്ടി? 9 + 1/11. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ 1/11 എത്ര വരും അല്ലെ. ഇവിടെ ഡിനോമിനേറ്റർ 10,000 വരും അല്ലെ. അതായത് 909/10,000 പ്ലസ് എന്ത് വരും? 1/1000 വരും അല്ലെ. അതായത് ഒരു 2000. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ ഈ 1/11 അല്ലെ. 1/11 കിട്ടിയ വാല്യൂ ഒന്ന് നോക്കിയേ.
10/110, 9+100+1/1100 അല്ലേ? അപ്പൊ ഇങ്ങനെ കിട്ടി. അതായത് ഇതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ വരുംതോറും ഇതിനോട് 1/11 അടുത്തടുത്ത് വരുന്നു അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അപ്പൊ നമുക്ക് എഴുതാം 9/100, പിന്നെയോ 90/1000, പിന്നെ 909/10,000 അല്ലേ? 10,000. ഗെറ്റ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/11 അല്ലേ? അതായത് ഈ സംഖ്യകൾ 1/11 അടുത്തടുത്ത് വരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷൻ എന്തായിരിക്കും? 9/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.2 പോയിന്റ് നീക്കണം അല്ലേ? 0.9 അല്ലേ? ഇനി നോക്കിയാൽ 90/1000 എന്ന് പറഞ്ഞാലോ 3 സ്ഥാനം നീക്കി പോയിന്റ് വരണം അല്ലേ? അപ്പൊ നമ്മൾ 0 ചേർത്ത് കൊടുക്കണം. അപ്പൊ 0.090 അല്ലേ? അപ്പൊ 0ക്ക് വാല്യൂ ഇല്ല. അതായത് ഇവിടെയൊക്കെ രണ്ടും 0 ആണ് അല്ലേ? ഇവിടെ നമുക്ക് ഇങ്ങനെ വെട്ടിക്കളഞ്ഞാൽ 9/100 തന്നെയാണ് വരുന്നത് അല്ലേ? ഓക്കെ. ഇനി എന്താണ് 909/1000 അല്ലേ? അപ്പൊ ഇതിന് നമുക്ക് 4 സ്ഥാനം 1, 2, 3, 4. അപ്പോൾ 0 ഇട്ടിട്ട് ഒരു 0 ചേർത്ത് 909 ഇങ്ങനെ പോകും. അപ്പൊ ആദ്യം 0.09 അല്ലേ? അപ്പൊ അതന്നെയാണ് ഇതും. ഇനി അടുത്ത് നോക്കിയാൽ 0.0909 അല്ലേ? അപ്പൊ ഇതേ ഓർഡറിൽ പോകും. ഇനി അടുത്ത് എന്തായിരിക്കും? 0.090909 ആ ഓർഡറിലായിരിക്കും ഇത് പോയിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? 1/11 ഏതിന് ഈക്വൽ ആയിരിക്കും? 0.0909 അല്ലേ? അപ്പൊ ഈ ഡെസിമൽ ഫോമിന് ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇത് 0909 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.